ശ്രീ ഒ അബ്ദുള്ള, നമ്മൾ കർണാടകയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ തമിഴ്നാട്ടിലെ വിഷയമാണ് നമ്മൾ ഇപ്പോൾ ഇതുവരെ ചർച്ച ചെയ്തു പോകുന്നത്. കർണാടകയിലെ ദസറ ആഘോഷം കൂടി ഒന്ന് നമ്മൾ കണ്ടുവരേണ്ടതുണ്ട്. ഈ ദസറ പൂർണ്ണമായി മതപരമായ ഒരു ചടങ്ങാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലല്ലോ. അവിടെ കർണാടക സർക്കാർ ഇത്തവണ ഈ ദസറ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് ബാനു മുഷ്താഖ് എന്ന് പറയുന്ന ഇതര മതത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടാണ്. അവർ ബുക്കർ പ്രൈസ് വിന്നറാണ്. പക്ഷേ മതപരമായ ഒരു ചടങ്ങാണ്. അവിടെ മൈസൂർ രാജാവിൻ്റെ പരദേവതയാണ് ചാമുണ്ടേശ്വരി. ആ ചാമുണ്ടേശ്വരിക്ക് മുന്നിൽ വിളക്ക് കൊളുത്തിക്കൊണ്ടാണ് ദസറ ആഘോഷങ്ങൾക്ക് കർണാടകയിൽ തുടക്കമാകുന്നത്. മഹാരാജാവിൻ്റെ അവിടെ രാജഭരണം മൈസൂർ രാജാവിൻ്റെ കാലം മുതൽ ജനാധിപത്യ ക്രമത്തിലേക്ക് കർണാടക വരുമ്പോൾ തന്നെ അപ്പോൾ പോലും നിലനിന്നിരുന്ന ഒരു സമ്പ്രദായം ചാമുണ്ടേശ്വരി ദേവിക്ക് മുന്നിൽ വിളക്ക് കൊളുത്തിക്കൊണ്ട് ദസറ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുക എന്നത്. നിങ്ങൾ വിഗ്രഹാരാധനയെ ഹറാം എന്ന് വിശേഷിപ്പിക്കുന്നവർ, അങ്ങനെ അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന, ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ബാനു മുഷ്താഖ് എന്ന് പറയുന്ന റൈറ്ററെ കൊണ്ട് അവിടെ ഈ ദസറ ആഘോഷം ഉദ്ഘാടനം ചെയ്യിപ്പിക്കുമ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണെന്നതുകൂടി ചോദ്യ വിഷയമല്ലേ? അത്തരത്തിലുള്ള, അതായത് ഇസ്ലാം മതത്തിൽ ജനിക്കുകയും എന്നാൽ ഇസ്ലാമിനോട് കൂറ് പുലർത്തുകയും ചെയ്യുന്നതായ വിവരക്കേടുകൾ മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആരിഫ് ഹുസൈനെ പോലുള്ളതായ മറ്റൊരു ഹുസൈനാണ് ആ ചെയ്തത്. ഇസ്ലാമിൽ ജനിച്ചതുകൊണ്ട് കാര്യമില്ല, ഇസ്ലാം മനസ്സിലാക്കിയിട്ടില്ല, ഏകത്വം തൗഹീദ് എന്താണെന്നുള്ള അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഇവരൊക്കെ എല്ലാ ചർച്ചയ്ക്കും വിളിച്ച് ഞങ്ങളെപ്പോലത്തിലൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ വിവരക്കേട് പറഞ്ഞ് വിവരക്കേടിൻ്റെ അട്ടിപ്പേറായി മാറിയിരിക്കുക. എന്തൊക്കെ വിളിച്ച് പറയുന്നത്? ഇയാളായിരുന്നു ഇസ്ലാമിനായിട്ട് പഠിച്ചത്. ഞാൻ ഖുർആൻ ഒരു വചനം പറയാം, അതിന് അർത്ഥമാക്കി പറയാൻ കഴിയുക. അറബി ഭാഷ അറിയാത്ത, ഖുർആൻ അറിയാത്ത ഒരുത്തരം ഇസ്ലാമിനെ എങ്ങനെ സംസാരിക്കുന്നത്? അതൊന്ന് പറയും. ഇംഗ്ലീഷിലുള്ളത് ഒന്നും കേൾക്കാൻ പറയാൻ കഴിയില്ല. താങ്കൾ പറയൂ. ഡോക്ടർ ആരിഫ് ഹുസൈൻ ലൈനിൽ തന്നെയുണ്ട്, താങ്കൾ ചോദിക്കൂ. ഇസ്ലാമിൽ പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലേ? ഖുർആനിൽ ഭാര്യയെ തല്ലാമെന്ന് പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലേ? നിങ്ങളൊന്ന് പറഞ്ഞു. അയാൾക്ക് ബോധക്കേട് വരുന്നുണ്ടെങ്കിൽ പറയണം, അയാൾക്ക് ബോധക്കേട് വരുന്നുണ്ടെങ്കിൽ പറയണം. ഞാൻ നിർത്താം, കാരണം അത് ജീവിക്കട്ടെ. ഇസ്ലാമിൽ ഇസ്ലാം പെണ്ണുങ്ങളെ തല്ലാൻ പറയുന്നു. ഓ പറയാം, 3 പെണ്ണുങ്ങളെ ഒഴിവാക്കിയതാ പറയുന്നത്. പെണ്ണുങ്ങളെ തച്ച് 3 പെണ്ണുങ്ങളെ തച്ച് പറപ്പിച്ച ആളാ പറയുന്നത്. എന്റെ ഭാര്യനെ ഞാൻ കൈയോട് തൊട്ടിട്ടില്ല, ഒന്നിനും തലാക്ക് ചെയ്തിട്ടില്ല. 3 ഭാര്യമാര് മൂണ്ടായി കേൾക്ക്, ഇത് കേൾക്ക്. 3 ഭാര്യമാരെ ഒഴിവാക്കിയിട്ടില്ലേ? 3 സ്ത്രീകളെ ഒഴിവാക്കിയിട്ടില്ലേ? ഇത് പറയും. 3 സ്ത്രീകളെ ഒഴിവാക്കിയിടോ അല്ലേ? മറുപടി പറയും. 3 സ്ത്രീകളെ ഒഴിവാക്കിയിട്ടുണ്ടോ അല്ലേ? ഹിന്ദു മതത്തിലായില്ലേ നടക്കോ? 3 പെണ്ണുങ്ങളെ ഒഴിവാക്കി, സ്വന്തം ഉമ്മ ആട്ടി ഓടിച്ചു. എനിക്കറിയാം എന്റെ നാട്ടിനടുത്തവന് 3 ഭാര്യമാരെ ശ്രീ ഒ അബ്ദുള്ള, ചില കാലികമായ പ്രസക്തമായ വിഷയങ്ങൾ ചോദിക്കുമ്പോൾ തീർത്തും വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് പോകുന്നത് ഉചിതമാണോ എന്ന് താങ്കൾ ചിന്തിക്കുക. വളരെ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ ചർച്ചയാണ് നമ്മളിവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശ്രീ അഡ്വക്കേറ്റ് വി പി ശ്രീ പത്മനാഭനിലേക്ക് പോവുകയാണ്. ശ്രീ ഒ അബ്ദുള്ള, ഞാൻ അങ്ങയിലേക്ക് വരാം.